ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആരൊക്കെ ഇവിടെ പതുങ്ങിയിരിപ്പുണ്ട്. എന്റെ കുഞ്ഞിനെ നശിപ്പിച്ചത് അവരാ. അവർക്ക് എന്റെ ജീവനും വേണം. എനിക്ക് പേടിയാവുന്നു. ഈ അവസ്ഥയിൽ വർഷ അവിടെ നിന്ന വർഷയ്ക്ക് എന്തേലും സംഭവിക്കും. ഇല്ല, ഒന്നും സംഭവിക്കില്ല. നീ പറയുന്നത് പോലെ അവിടെ എന്തെങ്കിലും ദുരൂഹ സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ വർഷ ഇന്ന് അവിടെ സേഫ് ആയിരിക്കും, ഉറപ്പ്. ചക്ക, വന്ദന ഒന്ന് ധൈര്യമായിട്ടിരിക്കേ. ജഗ, നിരഞ്ജൻ അവന്റെ കൂളിംഗ് ഗ്ലാസ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിരഞ്ജൻ അവിടം വിട്ട് എങ്ങും പോയിട്ടില്ല. ദിയമോൾ ഉറങ്ങി. ഹരിതയ്ക്കും വർഷമോക്കും ഒരേ ദുരന്തം തന്നെ സംഭവിക്കുക. ഈശ്വര, ഒരു കുഞ്ഞിനെ പ്രസവിക്കാനുള്ള യോഗം രണ്ടുപേർക്കും ഉണ്ടായില്ല. വയസ്സുകാലത്ത് പേരക്കുട്ടികളെ ലാളിക്കാനുള്ള യോഗം നമുക്ക് വെറും സ്വപ്നം മാത്രം. ഇതിന് തക്കവണ്ണം എന്ത് മഹാഭാവ ചന്ദ്രു നമ്മൾ ചെയ്തു കൂട്ടിയത്. മാധവേട്ട, ഒരു പേരക്കുട്ടിയെ ലാളിച്ച മതിയെന്നാവും ചിലപ്പോ ദൈവനിശ്ചയം. വസന്തയുടെ മക്കളെ അധികം ലാളിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലല്ലോ. ആകെ ഒരാശ്വാസം ഗോകുലായിരുന്നു. വിക്രം അവനാകെ തകർന്നിരിക്കെ നിരാശ പടർന്നതുകൊണ്ടായിരിക്കാം ആ പഴയ സന്തോഷമൊന്നും മുഖത്തിപ്പോഴില്ല. എന്തൊക്കെയോ സംഭവിക്കാൻ പാടില്ലാത്തത് അവന്റെ വീട്ടിൽ സംഭവിച്ചിരിക്കുന്നു. വിക്രം ഇതെങ്ങനെ സഹിക്കും? അമ്മേ, 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 അമ്മയ്ക്ക് എന്താ സംഭവിച്ചത്? വർഷമോൾക്ക് എന്താ സംഭവിച്ചത്? അമ്മേ, എന്താ അമ്മേ? അമ്മയ്ക്ക് എന്തോ പറയാനുണ്ട്. ഉറക്കെ പറയമ്മേ. അമ്മ, എന്തെങ്കിലും ഒന്ന് പറ. മാധവ എന്നൊന്നും വിളിക്കമ്മേ. എത്ര നാളായി ഈ വിളി ഒന്ന് കേട്ടിട്ട്. ഈ വിളി കേൾക്കാനാ മാധവന് ഓരോ ദിവസവും എഴുന്നേൽക്കുന്നത്. വിളിക്കമ്മേ. അമ്മേ, മാധവേട്ട, വേണ്ട. മാധവേട്ടന് ഈ ചന്ദ്രികയുടെ ധൈര്യം.
മാധവേട്ടൻ തളർന്ന അതോടെ ഞാൻ മാധവേട്ട, ഇവൻ പറഞ്ഞത് കേട്ടില്ലേ? അമ്മ എഴുന്നേറ്റ് നടക്കൂന്ന്. ശബ്ദമില്ലാത്തവന് സത്യമാണ് വാക്കുകൾ. എനിക്ക് ഉറപ്പാ നമ്മുടെ അമ്മ എഴുന്നേറ്റ് നടക്കും. എനിക്ക് പോണം. എങ്ങോട്ട് പോവാനാ? എനിക്ക് എന്റെ അച്ഛനും അമ്മയും കാണണം. അവരെ ഇപ്പൊ ആശുപത്രി വെച്ച് കണ്ടതല്ലേ ഉള്ളൂ. അവർക്ക് ഒരു കുഴപ്പമില്ല. വേണമെങ്കിൽ നാളെ പോവാന്നേ. എനിക്ക് ഇപ്പൊ തന്നെ കാണണം. പക്ഷേ ഇപ്പൊ രാത്രിയാ. ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്ക് എന്റെ അച്ഛനും അമ്മയും കാണണമെന്ന് പറഞ്ഞില്ലേ? അച്ഛമ്മയും കാണണം. പക്ഷേ നിനക്കിപ്പോ വേണ്ടത് റെസ്റ്റാ. നീ റെസ്റ്റ് എടുക്ക. നാളെ നേരം വിളിക്കുമ്പോ നമുക്ക് അവരെ പോയി കാണാം. ആ പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് അനുസരിക്ക. ഇല്ല, എനിക്ക് അച്ഛനും അമ്മയും കാണണം. ഇപ്പൊ തന്നെ കാണണം. ആരൊക്കെ ഇവിടെ പതുങ്ങിയിരിപ്പുണ്ട്. എന്റെ കുഞ്ഞിനെ നശിപ്പിച്ചത് അവരാ. അവർക്ക് എന്റെ ജീവനും വേണം. അവനെന്നെ കൊല്ലും. എനിക്ക് പേടിയാവുന്നു. എനിക്ക് എന്റെ അച്ഛനെ അമ്മയും കാണണം. വിഷമിക്കാതെ. അല്ല, ഏട്ടന്റെ ഫ്രണ്ട് നിരഞ്ജൻ എവിടെ? അത് അവൻ പോയി. എവിടെ? ഇന്നലെ രാത്രി നിനക്ക് ആക്സിഡന്റ് സംഭവിക്കുന്നതിന് കുറച്ചു മുമ്പ് അവൻ ബാംഗ്ലൂർക്ക് പോയി. അല്ല, നിനക്കിപ്പോ എന്താ വേണ്ടേ? നിന്റെ അച്ഛനും അമ്മയും കാണണം, അത്രയല്ലേ ഉള്ളൂ. ആ എന്നാ നീ വേഗം പോയി റെഡിയാവും. ചെല്, നമുക്ക് ഇപ്പൊ തന്നെ പോവാം. ഭാഗ്യം, ഞാൻ നിരഞ്ജനെ ഇല്ലാതാക്കിയതിന്റെ ഏക ദൃക്സാക്ഷി മുത്തശ്ശ. അവരിപ്പോ സംസാരശേഷി നഷ്ടപ്പെട്ട അവസ്ഥയില. ഓ, എന്റെ ഭാഗ്യം. നിരഞ്ജന്റെ ഡെഡ് ബോഡി ആരും കാണാതെ നശിപ്പിക്കണം. എങ്ങനെയും ഏതു വഴി സ്വീകരിച്ചിട്ടാണെങ്കിലും. മാനത്തെ കൊട്ട